ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയ ദൈവജനമേ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ധനവാന്മാർക്കുള്ള മുന്നറിയിപ്പ് എന്ന വിഷയമാണ്. ധനവാന്മാർക്കുള്ള മുന്നറിയിപ്പ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ധനവാന് എങ്ങനെയാണ് ദൈവം കാണുന്നത്? ധനവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഉത്തരം എന്താണ്? ധനവാന്മാരുടെ അവസാനം, അന്ത്യം എന്താണ്? ഇങ്ങനെ വളരെ കാര്യങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ദൈവം സംസാരിക്കുന്ന ദിവസമാണിന്ന്. ഇന്ന് ധ്യാനം കൂടുന്ന, പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ മറ്റ് പുണ്യപ്രവൃത്തി ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും മനസ്സിലുള്ളൊരു വലിയൊരു ആഗ്രഹമാണ്, എനിക്കൊരു പണക്കാരനാകണം, എനിക്ക് ധനവാനാകണം, ഇരിക്കുന്ന സുഖമായിട്ട് ജീവിക്കണം. അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഒരുപാട് പേരുന്ന് ദൈവത്തിന് ആശ്രയിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ആശ്രയിക്കുന്ന മനുഷ്യരോട് ദൈവം കൊടുക്കുന്ന ചില മുന്നറിയിപ്പുകളൊക്കെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13-ാം വാക്യം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:13. ഒരു ചെറുപ്പക്കാരൻ യേശുവിൻ്റെ വാക്കിലേക്ക് കടന്നു ചെന്ന് അവന് ചില സാമ്പത്തിക മേഖലകളിലെ വളർച്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. യേശു ദൈവമാണെന്നോ, ദൈവത്തിൻ്റെ പുത്രനാണെന്നോ, ദാവീദിൻ്റെ പുത്ര പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമോ എന്നൊന്നും അവനറിയില്ല. അവൻ്റെ പ്രാർത്ഥനയിൽ ഒരു അധികാരിയുടെ മുന്നിലേക്ക് ഒരു വ്യക്തി കടന്നു ചെന്ന് അധികാരം ഉപയോഗിച്ച് ചെയ്യേണ്ട ചില ചോദ്യങ്ങൾ, ആഗ്രഹങ്ങൾ അവതരിപ്പിക്കുന്ന പോലെ യേശുവിൻ്റെ പക്കലേക്ക് ഈ ചെറുപ്പക്കാരൻ കടന്നു എന്ന് പറയുകയാണ്, ഗുരു. യേശുവിനെ വിളിക്കുന്ന ഗുരു. എന്താണ് അവൻ്റെ ആവശ്യം? എൻ്റെ പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കുവാൻ എൻ്റെ സഹോദരനോട് നീ കൽപ്പിക്കണം. വളരെ ന്യായമായ ഒരു ആവശ്യമാണ് അവൻ്റേതെന്ന് നമുക്ക് തോന്നാം. അവൻ യേശുവിൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, എനിക്കുള്ള സമ്പത്തിൻ്റെ പകുതി എൻ്റെ അപ്പച്ചൻ്റെ സമ്പത്തിൻ്റെ പകുതിക്ക് ഞാൻ അർഹനാണ്. പക്ഷേ എൻ്റെ സഹോദരൻ ഇത് മുഴുവൻ പിടിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് എനിക്കൊന്ന് വിലസാൻ, അടിച്ചു പൊളിക്കാൻ എനിക്കൊന്ന് പണമില്ല. യേശുവേ, നീ ഒരു അധികാരിയാണല്ലോ, നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയല്ലേ, നീ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ സഹോദരനോട് നീ ഒന്ന് കൽപ്പിക്കണം, ഞങ്ങളുടെ സ്വത്ത് ഡിവൈഡ് ചെയ്ത് കിട്ടുവാൻ. വളരെ ന്യായമായ ഒരു ആവശ്യമാണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും ദൈവത്തിൻ്റെ പുത്രൻ യേശു ക്രിസ്തു അവന് കൊടുത്ത ഉത്തരം എന്നോടും നിങ്ങളോടുമുള്ള ഉത്തരമാണ്. നമ്മുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈശോ ഇതിലൂടെ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു പറയാണ്, ഹേ മനുഷ്യ. അങ്ങനെ ബൈബിളിൽ മറ്റൊരു ഭാഗമില്ല. ഇവൻ യേശുവിനെ എങ്ങനെ അഭിസംബോധന ചെയ്തു? ഗുരു. ഒരു SIയുടെ അടുത്ത്, ഒരു SP-യുടെ അടുത്ത്, ഒരു കളക്ടറുടെ അടുത്ത്, ഒരു തഹസിൽദാരുടെ അടുത്തൊരു വ്യക്തി എന്ന് പറയുന്ന പോലെ, സാറേ എന്ന് പറയുന്ന പോലെ, ഗുരു, എൻ്റെ പിതൃസ്വത്ത്, ന്യായമായ സ്വത്താണ് എനിക്ക് കിട്ടേണ്ടത്, നീ ഒന്ന് പറഞ്ഞ് ഇടപെട്ടേ എന്നവൻ ആവശ്യപ്പെട്ടപ്പോൾ യേശുവിനോട് കൊടുത്ത മറുപടി അങ്ങനെ തന്നെ, ഹേ മനുഷ്യ, ഹേ മനുഷ്യ, നിൻ്റെ പിതൃസ്വത്ത് വഹിക്കാനായിട്ട് ആരാണ് എന്നെ നിയമിച്ചത്? സകലവിധ അത്യാഗ്രഹങ്ങൾ നകന്നു നിൽക്കുവിൻ, സ്വർഗരാജ്യ ലക്ഷ്യമാക്കി ജീവിക്കുവിൻ. പ്രിയ സഹോദരങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അവനോടൊത്ത ഉത്തരം അവന് മാത്രമല്ല നമ്മളോടുള്ള ഉത്തരമാണ്. നമ്മൾ സാധാരണഗതിക്ക് ദൈവത്തിൽ ആശ്രയിക്കുക ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു അധികാരിയെ കാണുന്ന പോലെ, കാര്യസാധ്യതയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുന്ന പോലെ ദൈവത്തിൻ്റെ പക്കൽ കടന്നു ചെല്ലുന്ന നമ്മളോട് ഓരോരുത്തരും ഈശോ പറയുകയാണ്, സമ്പത്ത് കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത്. സമ്പത്ത് കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത്. നിൻ്റെ സമ്പത്ത് വായിക്കാനായിട്ടല്ല പിതാവായ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. നിന്നെ ഒരു പണക്കാരനാക്കാനല്ല, നിന്നെ കോടീശ്വരനാക്കാനല്ല, നിന്നെ ഒരു മുതലാളിയാക്കാനല്ല, നിനക്ക് വലിയ കാറോ വീടോ തരാനല്ല. എന്നെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് നിൻ്റെ ആത്മീയതയ്ക്ക് വേണ്ടിയാണ്, നിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്, നിന്നെ ഒരു വിശുദ്ധനാക്കാനാണ്, ഒരു വിശുദ്ധിയാക്കാനാണെന്ന് ബൈബിൾ വ്യക്തമായി നമ്മളോട് പറഞ്ഞിരുന്ന വേദപാഠ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ സുവിശേഷം ബൈബിളിൽ ഒരുപാട് ഭാഗത്ത് സമ്പന്നർക്ക് എതിരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബൈബിളിൽ ഞാൻ പരിശോധിച്ച് നോക്കിയിട്ട് വളരെ ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് മുന്നറിയിപ്പ് നൽകുന്ന ഒരു പ്രത്യേക ഭാഗമാണ് ധനവാന്മാരോടുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തമായ മുന്നറിയിപ്പ്. ഏതോ കാരണവശാൽ പിശാച് ഈ കാര്യങ്ങളിൽ നമ്മളെ മാറ്റി നിർത്തിയിരിക്കുക. ഇന്നത്തെ ധ്യാനവർക്കന്മാരും പ്രാസംഗികരും വിശ്വാസപ്രമാണം നടത്തുന്നവരും എല്ലാം ഇന്ന് ഈ ആത്മീയ ചിന്തയിൽ നിന്ന് മാറ്റി എങ്ങനെ പണക്കാരനാക്കാം, നിന്നെ ഉന്നതനാക്കാം, നിന്നെ കോടീശ്വരനാക്കാമെന്ന് പഠിപ്പിക്കുകയും അതിൻ്റെ പിറകെ ജനം ഓടുന്നൊരു കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത്. പക്ഷേ ബൈബിൾ ദൈവം തരുന്ന മുന്നറിയിപ്പ് അതല്ല, ദൈവം തരുന്ന സൗഭാഗ്യങ്ങളതല്ല, ഒരു ആത്മീയ സന്തോഷം ദൈവം തരാൻ ആഗ്രഹിക്കുക. യേശു പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് പേര് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്.
ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ മേഖലകളിലൊക്കെ സാമ്പത്തിക ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ പല പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം നൽകുന്നില്ല. ന്യായമായ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോലും നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രാർത്ഥനയ്ക്ക് ഇതുപോലെ ഈശോ മറുചോദ്യം ചോദിക്കുന്നല്ലാതെ നമുക്ക് ആ സാമ്പത്തിക ആനുകൂല്യം ലഭിക്കുന്നില്ല. അതിൻ്റെ കാരണം ദൈവം നിന്നെ സ്നേഹിക്കുന്നുകൊണ്ടാണ്. ദൈവം നിന്നെ സ്നേഹിക്കുന്നുകൊണ്ടാണ്. നീ ഒരു ആത്മീയ പക്വത വരാത്തൊരു വ്യക്തിയെങ്കിൽ നീ ചോദിക്കുന്ന ലക്ഷ്യം നിൻ്റെ കയ്യിൽ തന്നാൽ നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടും. നീ ഒരു അഹങ്കാരിയായി തീരും. നീ ഒരു ജഡികനായി തീരും. ദൈവത്തെ ആരാധിക്കാൻ സമയമില്ലാത്ത പല ബിസിനസ്സുകൾക്ക് അടിമയായ ഒരു വ്യക്തിയായി തീരും. ഞാൻ ഓർക്കുകയാണ് ഒരു സംഭവം. ആദ്യകാലത്ത് ലോട്ടറി ടിക്കറ്റ് ഇറങ്ങി. കേരളത്തിന് ആദ്യകാലത്ത് ₹1 കൊടുത്താൽ കേരള ഗവൺമെൻറ് പോയ ലോട്ടറി ടിക്കറ്റ്. ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുക ഒരു വലിയ ഹരമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. എൻ്റെ ചെറുപ്പകാലത്തിലെ ഓർമ്മയാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു മലയാശാരി ₹1 നോട്ട് കൊടുത്ത് ഒരു ലോട്ടറി എടുത്തു. അന്ന് 25 രൂപ കൂലിയുണ്ട്. ഈ കൂലി കൊണ്ട് ഈ മനുഷ്യൻ വീട്ടിലേക്ക് പണി കഴിഞ്ഞ് വരും. 25 രൂപ കൂലിക്ക് 5 രൂപയുടെ കള്ള് കുടിക്കും, കുറച്ച് പച്ചക്കറി മേടിക്കും, പച്ചമീൻ മേടിക്കും, ഭാര്യയോടൊത്ത് സുഖമായി ജീവിക്കുന്ന 2 മക്കളുടെ അപ്പച്ചൻ ഇതാ ഒരു രൂപയുടെ ലോട്ടറി എടുത്തു. ഈ ലോട്ടറി എടുത്തു, ഗതികേടിന് ലോട്ടറി അടിച്ചു. 1 ലക്ഷം ലോട്ടറി അടിച്ചപ്പോൾ ആ മനുഷ്യൻ ചിന്തിക്കുക, ദൈവമേ ഇതുമില്ല, ഞാൻ എന്ത് ചെയ്യും? ഉടൻ തന്നെ അവൻ ആ ഉളിയും കുട്ടിയും എടുത്ത് വള്ളേ കളഞ്ഞു. 1 ലക്ഷം 25 രൂപ ദിവസം കൂലി കിട്ടുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് 1 ലക്ഷം കിട്ടിയപ്പോൾ ഇയാൾ ആ പണിയായതുമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇയാളുടെ ജീവിതത്തിൽ ഈ പണം കൊണ്ടൊന്ന് ആസ്വദിക്കണമെന്ന് ആഗ്രഹിച്ചു. മുണ്ട് മാറ്റി പാൻസാക്കി, ഷർട്ട് മാറ്റി ചുരിദാർ നല്ല നല്ല ഡ്രസ്സാക്കി, ഭാര്യയുടെ സാരിമാക്കി ചുരിദാറാക്കി കാണും, മക്കൾക്കെല്ലാം വാച്ച് മേടിച്ച് കൊടുത്ത് കാണും, സൈക്കിൾ മാറ്റി സ്കൂട്ടറാക്കി, പല മാറ്റങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വരുത്തി. അങ്ങനെ സ്കൂട്ടറൊക്കെ ഓടിച്ച് ഭാര്യയും 2 മക്കളെയൊക്കെ ആയിട്ട് മുന്നേറുന്ന സമയത്ത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അയാൾ ചിന്തിക്കുക, ദൈവമേ എൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം പോരാ. ഇക്കാലം വരെ സുന്ദരിയായിരുന്ന എൻ്റെ ഭാര്യ ഇതാ ഇയാൾക്ക് 1 ലക്ഷം കിട്ടിയപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ കോശസ്ഥിതിക്ക്, ഇപ്പോഴത്തെ എൻ്റെ സാമ്പത്തിക ലെവലിൽ ഞാൻ ഈ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം പോരാ. അവൻ്റെ മനസ്സിൽ പാപചിന്ത വന്നു. ഭാര്യ പറഞ്ഞാൽ ഭാര്യ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇവന് വളരെ സൂത്രത്തിൽ വളരെ അകലെ പോയി മറ്റൊരു ഭാര്യയെ കണ്ടുപിടിച്ചു. ആഴ്ചയിൽ 2 ദിവസം അവിടെ, 5 ദിവസം വീട്ടിൽ. ഇങ്ങനെ 2 വർഷം 3 വർഷം കറങ്ങിയപ്പോൾ ഈ പണം മുഴുവൻ തീർന്നു. വീണ്ടും പണം ഉണ്ടാക്കാനുള്ള പഴയ മാർഗം അറിയാം, എവിടെയാണ് പണിയായതുള്ളതെന്നറിയാം. പക്ഷേ പിശാച് അവനെ കാണിച്ചു കൊടുത്തൊരു കയർ, ആ കയറിൽ കെട്ടി തൂങ്ങി അവൻ ചത്തു. പ്രിയപ്പെട്ടവരെ, അവൻ ആ 1 ലക്ഷം കിട്ടിയത് അവൻ്റെ കഷ്ടകാലമായി മാറി. ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ധനാസക്തി വലിയ നാശത്തിലേക്ക് നയിക്കുക. അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 21:34-35, വിശുദ്ധ ലൂക്ക 23:21-34-35 പറയുകയാണ്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ഇവ മൂലം നിങ്ങളുടെ മനസ്സുകൾ ദുർബലമാകുകയും ഒരു കെണി പോലെ ആ ദിവസം നിങ്ങളുടെ മേൽ നിന്നും വന്ന് പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. വിശുദ്ധ ലൂക്ക 21:34-35, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. പ്രിയപ്പെട്ടവരെ, പണം കൈവരുമ്പോൾ വീണ്ടും പണം പൊലിപ്പിക്കണം. എനിക്ക് സുഖിക്കണം, സന്തോഷിക്കണം, എൻ്റെ കാറിന് വലിപ്പം പോരാ, വീടിന് വലിപ്പം പോരാ, എൻ്റെ വസ്ത്രം ഇത് പോരാ, ഇങ്ങനെ പല ആഗ്രഹങ്ങൾ വരികയാണ്. രാപ്പകൽ അധ്വാനിച്ചാലും തികയുന്നില്ല. ആ പണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടി അവൻ്റെ കയ്യിൽ കൊള്ളാത്തത്, അവൻ്റെ കൊക്കിക്കൊള്ളാത്തതിന് വേണ്ടിയില്ല അധ്വാനിച്ച് അവസാനം ഒരു കെണി പോലെ, നമുക്കറിയാം, ഒരു കെണിയിൽ ഒരു എലി ചാടിയാൽ രക്ഷയില്ല. കെണിയിൽപ്പെടുന്ന എലി അവിടെ കിടന്ന് ചത്ത് പിടയും, അല്ലാതെ ഒരു മാർഗമില്ല എന്ന് പറഞ്ഞ പോലെ ഒരുപാട് വ്യക്തികൾ ഈ കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും പണത്തിന് പിറകെ നെട്ടോട്ടം ഓടി ജീവിതം അവസാനിപ്പിച്ച, ജീവിതം കയറിലും മദ്യത്തിലും വിഷത്തിലും ട്രെയിനിൻ്റെ അടിയിലും അവസാനിപ്പിച്ച എത്രയോ ജീവിതങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സാത്താൻ്റെ വലിയൊരു കെണിയാണ്, സാത്താൻ ഒരുക്കുന്ന വലിയൊരു കെണിയാണ് ഈ സുഖലോലുപത, അതിനോടൊപ്പം മദ്യാസക്തി, ജീവിത വ്യഗ്രത. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ തകർച്ച മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ആത്മീയ മനുഷ്യനെ നിന്നുകൊണ്ട് യേശുവോടൊപ്പം യേശു ആഗ്രഹിക്കുന്ന പോലെ അധ്വാനിച്ച് ജീവിക്കാൻ, യേശു ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുന്ന നിമിഷമാണിത്. യാക്കോബ് ലേഖനം 1:15, യാക്കോബ് 1:15, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ദുർമോഹം ഗർഭം ധരിക്കുന്നു. ആ ദുർമോഹം നമ്മളെ മനസ്സിലെ പണത്തോടുള്ള ആസക്തി ഉണ്ടായി അത് ഗർഭം ധരിച്ച് അത് വളർന്ന് അത് മരണമായി പര്യവസാനിക്കുന്നു. എനിക്കറിയാവുന്നൊരു വ്യക്തി, ഞാൻ ഓർക്കുകയാണ്, കേരളത്തിലെ ധ്യാനികൾ ധ്യാനിപ്പിക്കുമ്പോൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാവുന്നൊരു വ്യക്തിയാണ്. ഒരു 35 വയസ്സുള്ള പ്രായം, നല്ലൊരു വിശ്വാസി, ധ്യാനമൊക്കെ കൂടി ആത്മീയമായി മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ആ മകനൊരു മണി ചെയിൻ കമ്പനി ചെന്നപ്പെട്ടു. മണി ചെയിൻ കമ്പനിയുടെ ആ കക്ഷിയുടെ അവരുടെ നേതാവ് പറഞ്ഞു കൊടുത്തു, നിങ്ങളിത് ഇത്ര ലക്ഷം രൂപയുടെ, ഇത്ര കോടി രൂപയുടെ ബിസിനസ് നടത്തിയാൽ നിങ്ങൾക്ക് ഫ്രീ ആയൊരു ടൂറുണ്ട്, സിംഗപ്പൂർ ടൂർ.
ഇതിനുവേണ്ടി ഞായറാഴ്ച പള്ളിയിൽ പോകാതെ പ്രാർത്ഥനയില്ലാതെ ജീവിതത്തിൽ ഭാര്യ മക്കളെ മറന്ന് ഇയാൾ പണത്തിന് വേണ്ടി ഈ മണി ചെയിൻ പരിപാടിയിൽ ആളെ കൂട്ടാൻ വേണ്ടി നെട്ടോട്ടം കൂടി. അങ്ങനെ ഇന്ത്യയിലെ ആകെ 40 പേരിൽ ഒന്നാമനായി മാറി. 40 പേര് ഏറ്റവും കൂടുതൽ ടേൺ ഓവർ വാങ്ങിക്കൊടുത്ത ചെറുപ്പക്കാരൻ ടൂറിന് വേണ്ടി പോവുക. ആ ടൂറിന് വേണ്ടി അവർ അറേഞ്ച് ചെയ്ത് സിംഗപ്പൂരായിരുന്നു. ഈ 40 പേര് സിംഗപ്പൂരേക്ക് പോയി. അവിടെ പോയി ഒരാഴ്ചത്തെ ക്യാമ്പാണ്. പല ഹോട്ടലുകൾ മാറി പല നൈറ്റ് ക്ലബ്ബുകളിലും ഡാൻസ് പാർട്ടിയിലൊക്കെ പോയി മദ്യപിച്ച് അവസാനം ഒരു ലൈംഗിക പാപത്തിൽ ചെന്നുപെട്ടു. അവൻ്റെ ജീവിതത്തിൽ അന്ന് വരെ അവൻ കാത്തുപരിപാലിച്ച വിശുദ്ധി നഷ്ടപ്പെടുത്തി ഒരു ജഡിക പാപത്തിൽ ചെന്നുപെട്ടു. തിരിച്ചു വന്നതോ വലിയൊരു രോഗവുമായിട്ടാണ്. ആ തിരിച്ചു വന്ന വ്യക്തിയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ, ബ്രദറേ, ഞാൻ വന്നു, പാവങ്ങളെ ഓർത്ത് അനുദപിച്ചു, കുമ്പസാരിച്ചു, ദൈവൻ്റെ പാവം പുറത്തു, പക്ഷേ എൻ്റെ എയ്ഡ്സ് പോയില്ല. എയ്ഡ്സ് രോഗത്തിനടിമയായി. ഇപ്പം ജീവിതപങ്കാളിയോട് പറയാൻ പറ്റുന്നില്ല. അവൻ്റെ ജീവിതം മുഴുവൻ നശിച്ചു. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു, പക്ഷേ ഇന്ന് ആ വ്യക്തി ഭൂമി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വരെ എനിക്ക് സംശയമാണ്. കാരണം അത്രമാത്രം നിരാശയ്ക്ക് അടിമയായിരുന്ന വ്യക്തി. സാത്താൻ പറയും, ഒരു കുഴപ്പമില്ല, ഒരു പാപം ഇപ്പം എല്ലാവരും ചെയ്യാറുള്ള പാപമല്ലേ, അതൊക്കെ വേണ്ടത്ര മുൻകരുതലെടുത്ത് പാപം ചെയ്തു. മദ്യപിച്ച് അവനെ ലക്ക് കെട്ടുത്തി അവനെ പിശാചത മിളച്ച പാപം കഴിവുപ്പെടുത്തി സിംഗപ്പൂരിന് തിരിച്ചു വന്നത് വലിയ നിത്യരോഗിയായിട്ടാണ്. സാത്താൻ ആദ്യം പാപത്തിന് വേണ്ടി പ്രേരിപ്പിച്ച പിശാച് പറയും, നീ എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത്? നിൻ്റെ ജീവിത പങ്കാളിയോട് പറയാൻ പറ്റുമോ? നാട്ടുകാരോട് പറയാൻ പറ്റുമോ? ഇതാ ഒരു കയറ്, നിൻ്റെ പ്രശ്നം ഞാൻ തീർക്കാം. ഒരു വിഷക്കുപ്പി, നിൻ്റെ പ്രശ്നം ഞാൻ തീർക്കാം. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ ലക്ഷ്യം ഇതാ, കെണികളൊരുക്കി, ചതികളൊരുക്കി, ദുർമോഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി ഇതാ കെണിയിൽപ്പെടുത്തുക. ആ കെണിയിൽപ്പെട്ടു. അങ്ങനെയുള്ള എത്രയോ വ്യക്തികളാണ് ജീവിതങ്ങളിൽ നിന്ന് കയറിലും വിഷത്തിലും അവസാനിപ്പിക്കുന്നത്. ഈ സാത്താൻ്റെ വലിയ കെണി, ധനാസക്തിയായ കെണി, ധനമോഹമായ കെണി ഇന്ന് നമ്മുടെ ആത്മീയതയെ നശിപ്പിക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത യൂദാസ്, യേശു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. രാത്രികാലം മുഴുവൻ പ്രാർത്ഥിച്ച് യേശു തിരഞ്ഞെടുത്ത യൂദാസ്, ആ യൂദാസ് അവസാനം ധനാസക്തിക്ക് അടിമപ്പെട്ടു. ആ ധനാസക്തിക്ക് അടിമപ്പെട്ട വ്യക്തി ഗുരുവിനെ പോലെ ഒറ്റിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് പണത്തെ കൊണ്ടുവന്നാൽ 8, 8, 16, 16, 32 ഈ കണക്കൂട്ടിൽ അടിമപ്പെട്ട് പണത്തിന് വേണ്ടി നെട്ടോട്ടുന്നൊരു വ്യക്തി, അവൻ ഗുരുവിനെ എന്നല്ല, അവൻ ആരെ ഒറ്റും, എന്ത് തെറ്റും ചെയ്യും, ഏത് വിധത്തിലും വചനത്തെ വളച്ചൊടിച്ചും പണമുണ്ടാക്കും, എങ്ങനെയും പണമുണ്ടാക്കും. ഞാൻ അടുത്ത കാലത്ത് മറ്റൊരു ചെറുപ്പക്കാരൻ ഒരു ഫോണിൽ എന്നെ വിളിക്കുക, ബ്രദറെ, ഞാനൊരു ബിസിനസ് ഏർപ്പെട്ടിരിക്കുക, ന്യായമായ ലാഭം കിട്ടുന്നില്ല, ചെറിയൊരു വളഞ്ഞ വഴിയെ പോയാൽ ടാക്സ് വെട്ടിച്ചാൽ എനിക്കൊരു 5 ലക്ഷം ലാഭം കിട്ടും, അത് ചെയ്യാമോ ബ്രദറെ? ആത്മീയമായി ധ്യാനം കൂടി വിശുദ്ധി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, അവൻ്റെ ബിസിനസ്സിന് വലിയ നഷ്ടം വന്നപ്പോൾ അവൻ്റെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാകാൻ വേണ്ടി ഒരു വളഞ്ഞ വഴി, സെയിൽ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം ഉണ്ട്. ആ നിർദ്ദേശം അനുസരിച്ച് ആ രീതിയിൽ ജീവിച്ചാൽ എനിക്ക് 5 ലക്ഷം ലാഭം കിട്ടും, ചെയ്യണമോ എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ പ്രാർത്ഥിച്ച് വചനം പറയാം. ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് ഈശോയോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വചനമെടുത്തു. എനിക്ക് കിട്ടിയ വചനം ഞാൻ ഓർക്കുകയാണ്. 2 കൊറിന്ത്യസ് 2:17 അവിടെ ഇങ്ങനെ പറയുകയാണ്, വചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്, ഞങ്ങൾ അവരെ പോലെയല്ല. വചനത്തിൽ മായം ചേർത്ത് യേശു ആഗ്രഹിക്കുന്നതിന് വിപരീതമായി ഏത് വിധത്തിലും പണമുണ്ടാക്കി വചനത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് പണമുണ്ടാക്കി ജീവിക്കുന്ന പലരുമുണ്ട്, അവരെ പോലെ അല്ല ഞങ്ങളെന്ന് അപ്പോസ്തലൻ പറയുന്ന ഭാഗം 2 കൊറിന്ത്യസ് 2:17. ഞാൻ ഈ വചനം പറഞ്ഞു കൊടുത്തു. മോനെ, ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത്. വളഞ്ഞ വഴിയെ നീ പണമുണ്ടാക്കരുത്. ടാക്സ് വെട്ടിച്ചിട്ട്, കരിഞ്ചത് നടത്തിയിട്ട്, മദ്യം വിറ്റിട്ട്, കൈക്കൂലി വാങ്ങിയിട്ട് നീ പണമുണ്ടാക്കി ജീവിക്കരുത്. നിൻ്റെ ആത്മീയ തകർച്ചയുടെ ആരംഭമാണത്. ദൈവത്തിൽ നിന്ന് അകൽച്ചയാണത്. അറിഞ്ഞുകൊണ്ട് ദൈവത്തെ വേദനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. ഹെബ്രായ ലേഖനം 10:26 പറയുകയാണ്, സത്യത്തെ സംബന്ധിച്ച പൂർണ്ണ അറിവ് ലഭിച്ചതിന് ശേഷം വീണ്ടും പാപം ചെയ്താൽ അനുതാപത്തിലേക്ക് നയിക്കാൻ സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ അറിഞ്ഞ് നമ്മൾ, ദൈവത്തെ അറിഞ്ഞ് നമ്മൾ, വിശുദ്ധിയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് തിരിച്ചറിയിട്ട് നമ്മൾ മനഃപൂർവ്വം പാപം ചെയ്താൽ ആ പാപത്തിന് വേണ്ടി മറ്റൊരു പരിഹാരം വരെയില്ല എന്ന് ഹെബ്രായ ലേഖനം 6:4 പറയുന്നുണ്ട്. ഹെബ്രായർ 6:4 ഹെബ്രായർ 10:26 വളരെ ശക്തമായ ഒരു വിശ്വാസിക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നീ സത്യത്തെ സംബന്ധിച്ച അറിവ് ലഭിച്ചവനാ, സ്വർഗത്തെക്കുറിച്ച് ബോധ്യം കിട്ടിയവനാ, നീ വചനം കേട്ടവനാ, ധ്യാനം കൂടിയവനാ, ഒരു കന്നാലിയെപ്പോലെ ചതുരങ്കി തീരേണ്ടതല്ല എൻ്റെ ജീവിതം എന്ന് പ്രതിജ്ഞ എടുത്തവനാ. നീ ബോധപൂർവ്വം പാപം ചെയ്താൽ നിൻ്റെ ജീവിതത്തിൽ ആ പാപത്തിന് വേണ്ടി മറ്റൊരു ബലി അവശേഷിക്കുന്നില്ല എന്ന് വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്ക 16:13 ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സ്നേഹിക്കാൻ സാധ്യമല്ല. വളരെ വ്യക്തമായ ദൈവം യേശു തമ്പുരാൻ തിരുവചനത്തോട് നമ്മൾ കൽപ്പിക്കുക.
വളരെ അടിവരയിട്ടുണ്ട് ക്രിസ്ത്യാനി പഠിക്കേണ്ട വാർക്കാണ്. ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് നയിക്കാൻ സാഹിത്യമല്ല. മാർക്കോസിന്റെ സുവിശേഷം പറയുന്നു, ദൈവത്തെ മാമോനെയും, ധനമെന്നുള്ള വാക്കിന് പകരം മാമോൻ എന്നാണ് ഉപയോഗിക്കുന്നത്. മാമോൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെകുത്താൻ. നീ പണം ഉണ്ടാക്കാൻ വേണ്ടി വ്യഗ്രത പൂളുമ്പോൾ, വളഞ്ഞ വഴി സ്വീകരിക്കുമ്പോൾ നീ ചെകുത്താനെയാണ് കൂട്ടുപിടിക്കുന്നത്, പിശാചിനെ കൂട്ടുപിടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുവിശേഷം, നമ്മുടെ വേദപാഠത്തിൽ ഒരു വ്യക്തമായ മാറ്റമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മീയതയെ ദൈവം വളരെ വ്യക്തമായ മാറ്റം ആഗ്രഹിക്കുകയാണ്. വീണ്ടും പറയാണ് 1 തിമോത്തി 6:10 ധനമോഹമാണ് സകല തിന്മകളുടെ അടിസ്ഥാന കാരണം. ധനമോഹമാണ് സകല തിന്മകളുടെ അടിസ്ഥാന കാരണം. അതാ അന്ന് കുഞ്ചൻ നമ്പ്യാര് പാടി, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ ഉലകിൽ സുലഭം. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, ഈ കാമിനി പ്രശ്നം ഉണ്ടാകുന്നത് നിനക്ക് പണം കൂടുമ്പോഴാണ്. നിൻ്റെ ജീവിതത്തിലേക്ക് പണം കടന്നു വരുമ്പോൾ, അമിതമായി വരുമ്പോൾ, അവിഹിത മാർഗങ്ങളോട് വരുമ്പോൾ നിൻ്റെ കാമാസക്തി വർദ്ധിക്കുന്നു, നിൻ്റെ സുഖലോലത കൂടുന്നു, നിൻ്റെ ജഡികാസക്തി കൂടുന്നു. നീ പല ആസക്തിക്കും പല തിന്മയ്ക്കും അഹങ്കാരത്തിന് അടിമപ്പെട്ട് നിൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നു. ഒരുപാട് സാക്ഷ്യങ്ങളല്ലേ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ, പലരുടെയും വ്യക്തിജീവിതത്തിലെ നാശം നമ്മൾ ഈ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പ്രിയ സഹോദരാ സഹോദരി, പണം ആവശ്യമാണ്. പണം ദൈവം നമുക്ക് നൽകാൻ തയ്യാറാണ്. നമ്മുടെ ജീവിതത്തിൽ പണം വേണം. പക്ഷേ ഈ പണം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ബോധ്യത്തിൽ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോലെ അതിനെ വിനിയോഗിക്കാനുള്ള കൃപ ലഭിക്കുന്നില്ലെങ്കിൽ ഈ പണം നിനക്കൊരു വലിയ കെണിയായി, ചതിയായി നിൻ്റെ ആത്മനഷ്ടത്തിലേക്ക് നയിക്കുമെന്നുള്ളത് നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത യൂദാസ്, ആ യൂദാസ് അവസാനം 30 വെള്ളിക്കാശിന് വേണ്ടി ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇതാ ഒരുപാട് പേര് ആ ട്രഷർ സ്ഥാനം ആ യൂദാസിന് കിട്ടിയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇന്ന് ദൈവം നമ്മളെയും പണം നൽകി പല കാര്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിക്കുന്നുണ്ട്. ഈ പണം നമ്മൾ ഇന്ന് പലപ്പോഴും ഈ പണത്തെ ദുരുപയോഗം ചെയ്ത്, ഈ പണത്തിന് വില കൽപ്പിക്കാതെ, ദൈവത്തിന് ദാനമാണെന്ന് മനസ്സിലാക്കാതെ ആ പണത്തെ നമ്മൾ പിശാചിൻ്റെ ഉപദേശമനുസരിച്ച് പിശാച് പറയുന്ന പോലെ അതിനെ ഉപയോഗിക്കുമ്പോൾ അത് വലിയൊരു നാശമായി, നഷ്ടമായി തീരുകയാണ്. പ്രിയപ്പെട്ട, എൻ്റെയും ജീവിതത്തിൽ ഈ ധനാസക്തിയാണ് എന്നെ ഒരു മദ്യവ്യവസായിയാക്കി മാറ്റിയത്. അവിടെ കേട്ട തിരുവചനം മാർക്കോസ് 9:42 ഈ ചെറുപേരിൽ ഒരുവന് പാപത്തിൻ്റെ പ്രേരണ നൽകുന്നത് ആരോ അവന് കൂടുതൽ നല്ലത് കഴുത്തൊരു വലിയ തിരികല്ല് കെട്ടി കടലെറിയപ്പെടുന്നതാണ് എന്നുള്ള തിരുവചനമാണ് എനിക്ക് പാപബോധം നൽകിയത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മുടെ കേട്ട വചനം ഓർക്കുകയാണ്. മാർക്കോസ് 8:36-37 മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് ഫലം? നിൻ്റെ ആത്മാവിലും അറിവിലേ നീ എന്ത് കൊടുക്കും? ഞാനവിടെ കേട്ട വചനം എങ്ങനെയാണ്? അവസരപ്പച്ച, ലോകത്തുള്ള ബാർ ഹോട്ടൽ മുഴുവൻ നിൻ്റേതായാലും, ലോകത്തുള്ള സകല സമ്പത്തിനും നീ ഉടമയായാലും, കൂടിയാൽ 70 അല്ലെങ്കിൽ 100 വർഷം അത് കഴിഞ്ഞാൽ നിനക്കൊരു മരണമുണ്ട്. ആ മരണശേഷം നിനക്കൊരു ജീവിതം തരാനാ, സ്വർഗം തരാനാ ഞാൻ കുരിശിൽ മരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഏതാണ് നേട്ടം, ഏതാണ് കോട്ടമെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ആ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ സ്വർഗത്തിൻ്റെ പ്രത്യാശയിൽ ആ പാപകരമായ വരുമാനം, മദ്യത്തിൻ്റെ വരുമാനം വേണ്ടെന്ന് വെച്ചതിൻ്റെ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ കാസർഗോഡ് കാവേരി ബാർ ഹോട്ടൽ 1990 മാർച്ച് 30 എന്നേക്കുമായിട്ട് യേശുനാമത്തിൽ അടച്ചുപൂട്ടി. ഒരു 100-150 കോടിയുടെ നഷ്ടം എനിക്ക് സംഭവിച്ചു. പക്ഷേ ഈശോയെ സ്വന്തമാക്കാൻ സാധിച്ചു. ഈശോയുടെ വില, ദൈവത്തിൻ്റെ വില, സ്വർഗത്തിൻ്റെ വില 100-150 കോടിയല്ല, അത് അനന്യമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, മാർക്കോസിൻ്റെ സുവിശേഷം 10:25 വളരെ വ്യക്തമായി പറയുകയാണ് ധനവാൻ്റെ കാര്യം. ധനവാൻ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. 10:25 ധനവാൻ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. ഒട്ടകം സൂചിക്കുള്ളിലൂടെ കിടക്കുന്ന എളുപ്പമാണ്. ഒട്ടകം സൂചിക്കുള്ളിൽ കിടക്കുന്നതാണ് ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പോകുന്നതിനേക്കാൾ എളുപ്പം. ഒരു ഒട്ടകം എങ്ങനെ സൂചിക്കുള്ളിലൂടെ കടന്നു പോകും? പ്രിയപ്പെട്ടവരെ, വളരെ ശക്തമായ ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. ദൈവം നിനക്ക് പണം തരാൻ തയ്യാറാണ്. ആ പണം ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഇല്ലാത്തവനുമായി പങ്കുവെച്ചുകൊണ്ട്, ദൈവഭവത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട്, അത് വേണ്ട അഭിഷേകത്തോടെ നീ ഉപയോഗിക്കാൻ നിനക്ക് താല്പര്യമില്ലാതെ നീ നിൻ്റെ തന്നിഷ്ടപ്രകാരം പണം കൊണ്ട് അടിച്ച് പൊളിച്ച് സുഖിച്ച് നീ ഒരു അഹങ്കാരിയായി ജീവിക്കുന്നെങ്കിൽ നിൻ്റെ നാശം നിൻ്റെ അടുത്ത് തന്നെയുണ്ട്. സാത്താൻ നോക്കിയിരിക്കുകയാണ്. അവൻ്റെ കെണിയിലാണ് നീ എന്ന് തിരിച്ചറിഞ്ഞ് യേശുവിലേക്ക് വരുവാൻ, വിശുദ്ധിയിലേക്ക് വരുവാൻ, വിശ്വാസത്തിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തട്ടെ. വീണ്ടും നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ബൈബിൾ വേറെ ഭാഗത്തുണ്ട്, സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, ധനവാന്മാരെ യാക്കോബിലെ പറയാണ്, ധനവാന്മാരെ നിങ്ങൾക്ക് കഷ്ടം. വളരെ വ്യക്തമായി ബൈബിൾ നിന്നോടും പറയാം, ധനവാന്മാരെ നിങ്ങൾക്ക് കഷ്ടം, സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം. ഈ ബൈബിൾ വചനമൊക്കെ ബൈബിളിൽ കിടക്കെ ഈ ഭാഗത്തൊക്കെ സുവിശേഷം പഠിപ്പിക്കുന്ന നമ്മൾ കണ്ണടച്ച് എങ്ങനെയും പണം ഉണ്ടാക്കാൻ, എങ്ങനെയും സുഖിക്കാൻ, സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ദൈവവചനത്തിന് വിരുദ്ധമായി, ഈശോയുടെ സ്നേഹത്തിന് വിരുദ്ധമായി ഒരു വിഗ്രഹമായി പണത്തെ കണ്ടുകൊണ്ട് പണത്തെപ്പറ്റി ഓർത്തോർത്ത് ജീവിക്കുന്ന വ്യക്തികളായി മാറുകയല്ലേ.
പ്രിയപ്പെട്ടവർ, ഞാനിങ്ങനെ പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന എന്തിനോ അതായിരിക്കും അവൻ്റെ ദൈവം. നീ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ അത് തന്നെ നിൻ്റെ ദൈവം. അഥവാ ഞാനും പണത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഒരു ദിവസം ഒരു വ്യക്തി എന്തിനെക്കുറിച്ച് കൂടുതൽ സമയം ചിന്തിക്കുന്നു, എന്താണ് അവൻ്റെ ഉറക്കത്തിലും അവൻ്റെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും അവൻ്റെ മനസ്സിലെ കണക്കുകൂട്ടൽ 8, 8, 16, 16, 16, 32 ഇങ്ങനെ കണക്കുകൂട്ടി കഴിയുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ദൈവം പണമാണ്. അവൻ്റെ ജീവിതത്തിൽ ദൈവം പണമാണ്. പ്രിയപ്പെട്ടവരെ, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന വ്യക്തി പണത്തിൻ്റെ സ്ഥാനമേ കൊടുക്കുകയുള്ളൂ. ഈശോയുടെ സ്ഥാനത്തേക്ക് ഒരു വിഗ്രഹമായി പണം കടന്നു വരുമ്പോൾ ആ വ്യക്തി എന്ത് നുണ പറയാനും തയ്യാറാകും, എന്ത് ചതിക്കുഴിക്കും തയ്യാറാകും. എന്നറിയാം, സുവിശേഷകരായ പലർ പോലും യുദാസിനെ പറ്റി അതേ അപകടത്തിൽ ഒരുപാട് വ്യക്തികൾ ധനാസ്ഥിതിക്ക് അടിമപ്പെട്ട് സുവിശേഷം മറന്ന് സുവിശേഷത്തോട് എതിർസാക്ഷ്യം വഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ എൻ്റെ അറിവിലുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുക, എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എന്നെ ഒരു പണക്കാരനാക്കരുത്. ഈശോയെ, നീ ആഗ്രഹിക്കുന്ന വിധം ജീവിച്ച്, നിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച്, നിനക്ക് വേണ്ടി ജീവിച്ച്, നീ ആഗ്രഹിക്കുന്ന സ്ഥലത്തെത്താൻ, ഒരു വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗത്തിലെത്താൻ ഈ പാപിയായി എന്നെ നീ ശക്തിപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയ സഹോദരീ, നീ ആത്മീയമായി ചിന്തിക്കണം. നീ ആത്മീയമായി ചിന്തിക്കുന്നെങ്കിൽ നിനക്ക് പണത്തെപ്പറ്റി ഇങ്ങനെ കണക്കൂട്ടാൻ സാധ്യമല്ല. ആ സമ്പത്ത് നല്ലതാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. നിനക്ക് കാറ് വേണം, വീട് വേണം, ഇതൊന്നും തെറ്റില്ല. പക്ഷേ ഈ സമ്പത്തിന് നീ അടിമയാകുന്നെങ്കിൽ, ഈ സമ്പത്ത് നിന്നെ ഭരിക്കുന്നെങ്കിൽ, അതൊരു വിഗ്രഹമായി നിൻ്റെ ജീവിതത്തിൽ തീരുന്നെങ്കിൽ നിൻ്റെ നാശമാണ് അതിൻ്റെ ഫലമെന്ന് ബൈബിൾ തിരുവചനം നിരവധി സ്ഥലങ്ങളിൽ ഇന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന് പിശാച് നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സുകളെ പിശാച് കഠിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 കൊറിന്ത്യോസ് 4:4 2 കൊറിന്ത്യോസ് 4:4 വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വചനമാണ്. സാത്താൻ്റെ വലിയൊരു തന്ത്രം ഇന്ന് ലോകത്ത് അവൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇങ്ങനെ പറയുകയാണ്, 2 കൊറിന്ത്യോസ് 4:4, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളുടെ മനസ്സുകളെ അന്ധമാക്കി വെച്ചിരിക്കുന്നു. തന്മൂലം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷം അവർക്ക് ദൃശ്യമാകാൻ അവർ സമ്മതിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബോധ്യം, ക്രിസ്തു കുരിശിൽ നേടുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ, ഒരു വിശുദ്ധനാണെന്നുള്ള ആഗ്രഹം, ഈ ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി നമ്മുടെ മനസ്സുകൾ അന്ധമാക്കി പണമാണ് ദൈവം, സുഖമാണ് ദൈവം, ഈ ലോകത്തെ ആസക്തികളുടെ പുറകെ നെട്ടോട്ടമാടാമെന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നൽകി അതിനുവേണ്ടി വചനത്തെ വളച്ചൊടിച്ച്, വചനത്തിൽ മായം ചേർത്ത്, വചനത്തിൽ വെള്ളം ചേർത്ത് വളച്ചൊടിച്ച് ജീവിക്കുന്ന ജീവിതങ്ങൾ, സത്യത്തെ സംബന്ധിച്ച് അറിവ് ലഭിച്ച ആ ജീവിതങ്ങൾ എത്ര നാശമാണ് അവരുടെ മുന്നിലുള്ളത്. അതാ യൂദാസിൻ്റെ അന്ത്യം നമുക്കറിയാം. പണത്തിന് വേണ്ടി നെട്ടോട്ടി ഓടിയ യൂദാസ് അവസാനം കെട്ടിഞ്ഞാന്ന് ചത്തു എന്ന ബൈബിളിലിരിക്കുന്നത്. ഒരു സുവിശേഷകൻ, ഒരു അപ്പോസ്തലൻ കെട്ടിഞ്ഞാന്ന് മരിച്ചു എന്ന് എഴുതി വെക്കണമെങ്കിൽ അവൻ്റെ ആ അവസ്ഥ നമുക്ക് മുൻഗണന മനസ്സിലാക്കിക്കൊണ്ട് പ്രിയ സഹോദരീ, ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു ധനം എനിക്ക് വേണ്ട, വരുമാന മാർഗം വേണ്ട. ഞാൻ ഓർക്കുകയാണ്, പലരും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുമ്പോൾ ചിലരെങ്കിലും പറയും, സൗദി അറേബ്യ ജോലി എനിക്ക് വേണ്ട. ഒരു നഴ്സ് പെൺകൊച്ച് പറഞ്ഞതാ, സൗദി അറേബ്യയിലെ ജോലി എനിക്ക് വേണ്ട, കാരണം എൻ്റെ സൃഷ്ടാവിനെ, എൻ്റെ ദൈവത്തെ, എൻ്റെ യേശുവിനെ ആരാധിക്കാൻ അവിടെ അവകാശമില്ല. അവിടെ ഞായറാഴ്ച പണിയെടുക്കണം, ദൈവത്തിൻ്റെ ദിവസമാണ് വിശുദ്ധ ദിവസം. ഇതാണ് പ്രിയപ്പെട്ട വിശ്വാസം, ഇതാണ് വിശുദ്ധി, ഇതാണ് തീരുമാനം, ഇതാണ് സമർപ്പണം. ഈ സമർപ്പണത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അഭിഷേകം ചെയ്യുന്ന നിമിഷങ്ങളാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.